എന്നാണ് UDF കൺവീനർ. അത് ഏക്കോട് ചോദിക്കല്ല, ഇങ്ങോട്ട് അല്ല. ഈ തെരഞ്ഞെടുപ്പിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റമുണ്ടായത്. അതിന് സമാനമായ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ ദിവസം തന്നെ UDF കൺവീനർ അതിജീവിതയെ മോശം പറയുന്നത് ശരിയാണോ? അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞങ്ങളെ പാർട്ടിയും ഞങ്ങൾ ഒന്നടങ്കം അതിജീവിതയോടൊപ്പമാണ്. കാരണം ഈ കാര്യത്തിൽ ഈ കുറ്റക്കാരെ കുറെ പേരെ ശിക്ഷിച്ചു, പക്ഷേ അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ ഇനിയും അവർക്ക് പല തലങ്ങളുണ്ട്. അവർ തീർച്ചയായിട്ടും ഇതിന് അപ്പീൽ പോകുമെന്നാണല്ലോ കേൾക്കുന്നത്. അത് അടൂർ പ്രകാശിന്റെ വ്യക്തിപരമായ അഭിപ്രായം. കോൺഗ്രസിന്റെയോ UDFന്റെയോ നിലപാട് ഞാൻ പറഞ്ഞതാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല. പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാതെ ഞാൻ അതെ, അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ. അതൊന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവല്ലേ UDFന്റെ ചെയർമാൻ. UDFന്റെ ചെയർമാൻ അദ്ദേഹമല്ലേ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അടൂർ പ്രകാശിന്റെ പരാമർശം ഏതായാലും പ്രവീണ, അടൂർ പ്രകാശിന്റെ പരാമർശം അവിടെ UDFനെ വെട്ടിലാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ഈ വിഷയത്തിലല്ലേ? അത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരത്തിൽ ദിലീപിന് നീതി കിട്ടി എന്നതാണ് തന്റെ അഭിപ്രായം എന്നുള്ള ആ നിലപാടിനോട് മറ്റാർക്കും യോജിപ്പില്ല എന്ന് തോന്നുന്നു അല്ലേ? UDFും കോൺഗ്രസും ആ വാദത്തെ അപ്പാടെ തള്ളുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു അതിജീവിതയ്ക്കൊപ്പമാണ് പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന് ആവർത്തിച്ച് പറയുകയാണ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട്, ആ നിലപാട് മറ്റൊരു പാർട്ടിക്കും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സെറ്റ് ചെയ്യുന്ന AK ആന്റണി അടക്കം പറഞ്ഞു വയ്ക്കുമ്പോൾ അതിൽ ഉത്തരമുണ്ട്. ഈ നിലപാടിനോട് വിയോജിപ്പ് തന്നെയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അടക്കം, അതുപോലെ തന്നെ UDFന്റെ മറ്റ് നേതാക്കൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ അടൂർ പ്രകാശിനെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് UDFന്റെ നിലപാടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ